നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടപടലം തകർന്ന CPIM ഒടുവിൽ തോൽവിയുടെ കാരണങ്ങൾ എണ്ണുകയാണ്. കേരളത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള ബ്രാഞ്ച് തൊട്ട് സംസ്ഥാന കമ്മിറ്റി വരെയുള്ള സഖാക്കൾ പല കാലങ്ങളിൽ പറഞ്ഞ വിമർശനങ്ങളിൽ വലിയൊരളവും പാർട്ടിയും അംഗീകരിക്കുകയാണ്. CPIMന് സർവത്ര പിഴച്ചു. പരാജയം മുൻകൂട്ടി കാണാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞില്ല. CPIM അംഗീകരിച്ച ആ പിഴവുകളിൽ പാർട്ടി തോൽക്കാൻ കാരണമായി പറഞ്ഞ പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ ഒന്നൊന്നായി നോക്കാം. 1. വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയെ പ്രതിരോധിച്ചില്ല എന്ന പൊതുബോധം ഉണ്ടായി. 2. പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ വീഴ്ച. 3. SIR-ൽ ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടായ ആശങ്ക അത് UDF ഉപയോഗിച്ചു. 4. സ്വർണ്ണക്കൊള്ളയും അയ്യപ്പ സംഘവും തിരിച്ചടിയായി. പത്മകുമാർ അടക്കം പ്രതികളെ സംരക്ഷിക്കുന്നെന്ന പ്രചാരണം വലിയ തിരിച്ചടിയായി. 5. അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് വലിയ തെറ്റ്. 6. സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ പോരായ്മയുണ്ടായി. 7. മാധ്യമങ്ങളുടെ കള്ളപ്രചാരവേലയെ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് സാധിച്ചില്ല. 8. ചില പരമ്പരാഗത തൊഴിലാളി മേഖലകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തതും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. 9. 30 മണ്ഡലങ്ങളിൽ BJP UDF ഡീൽ നടന്നു. ചില മണ്ഡലങ്ങളിൽ BJPക്ക് UDFും വോട്ട് നൽകി. 10. UDFിന്റെ വാഗ്ദാനങ്ങളും പണമൊഴുക്കിയുള്ള പ്രചാരണവും പ്രതിരോധിക്കാനായില്ല.